ഒരു ചപ്പാത്തി എടുത്തേക്കുന്നത്, കാർബിനായിട്ട് ഒറ്റയ്ക്ക് ഒരു ചപ്പാത്തി എടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ സമയം 6 മണി. ഇപ്പം 6 മണിക്ക് കഴിച്ച് നമ്മളത് ഫിനിഷ് ചെയ്യുകയാണ്. ഇനി ഒന്നും കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ ഒരു 9:30 ആവുമ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും സമയം ഫാസ്റ്റിങ് കിട്ടും. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് വെയിറ്റൊക്കെ കുറച്ച് നല്ല ഹെൽത്തിയും ബ്യൂട്ടിഫുള്ളും ആയിട്ടിരിക്കുക. അപ്പം ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് അവൈലബിൾ അവിയൽ. ഈ പേര് നിങ്ങൾക്ക് പരിചയമല്ലായിരിക്കും, പക്ഷെ ഞാനെപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതായത് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിളെല്ലാം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അവിയലാണ് ഇത്. അവിയലിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ കോമ്പിനേഷൻ പോലത്തെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്തിട്ട് ഒരു അവിയൽ ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു. അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏത്തക്കായ, പിന്നെ കുറച്ച് മുരിങ്ങാക്കോൽ ഇവിടെ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ പടവലങ്ങ കട്ട് ചെയ്തത് ഫ്രീസറിൽ ഇവിടെ തന്നെ ഉണ്ടായതാണ്, ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ 2 സെലറി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് കോവയ്ക്ക ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഒരു മാങ്ങയുണ്ട്, അപ്പോൾ അത് മാങ്ങ ഞാൻ പിന്നെ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വളരെ കുറച്ചായിട്ടോ ഇടുന്നുള്ളൂ, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് വെന്തോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കി. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് വേവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതവിടെ കുറച്ച് നേരം കൂടി അടച്ച് വെക്കാൻ പോവുകയാണ്. ഈ സമയത്ത് എനിക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കാനുണ്ട്, അപ്പോൾ ഞാൻ അത് ചെയ്യട്ടെ. പിന്നെ ഞാൻ ആ മാങ്ങ ഇവിടെ ഇരിക്കുന്നതിൽ അതിൻ്റെ ഒരു പൂള് മാത്രമേ എടുക്കുന്നുള്ളൂ, വളരെ കുറച്ച് മതി, ചെറിയൊരു പുളി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് പുളിയൊന്നും യൂസ് ചെയ്യുന്നില്ല, മാങ്ങ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് തൈരുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ അവിയലിന് നല്ല കളറ് കിട്ടണമെങ്കിൽ നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ നഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറായിട്ടിരിക്കും. ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുവാണ്. ഒത്തിരി അരയേണ്ട ആവശ്യമില്ല, 1-2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ അതേ മാങ്ങയൊക്കെ ഇട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞു. ഇനി ഈ തേങ്ങ നന്നായിട്ട് ഒതുക്കിയത് ഇതിൻ്റെ മുകളിലോട്ടങ്ങ് ഇട്ട് അങ്ങ് വയ്ക്കുവാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആ മിക്സി കഴുകിയിട്ട് അതിൻ്റെ വെള്ളം, കുറച്ച് വെള്ളം അതും കൂടെ ഒഴിച്ച് ഇത് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ തട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് ആ തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ അങ്ങോട്ട് ഇറങ്ങി അത് നമ്മുടെ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരും. അത്ര നേരം ഒരു 5-10 മിനിറ്റ് അതങ്ങനെ അടച്ചിരിക്കട്ടെ. ആ സമയത്ത് ഞാൻ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ഈ കല്ലിലിട്ട് ചതച്ചെടുക്കുവാണ്. ഇത് ചതച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഈ ചുമന്നുള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അത് നമ്മൾ ഈ അവിയൽ വെന്ത് കഴിയുമ്പം അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് മിക്സിയിലൊന്നും കറക്കരുത്, മിക്സി കറക്കിനി അത് ഒന്നിനും കൊള്ളില്ല, അത് അങ്ങനെ ചെയ്യരുത്. ഈ കല്ലേലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ അവിയൽ വെന്തു, ഞാനതൊന്ന് ഇളക്കി നോക്കട്ടെ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്കിട്ട് ഇളക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പച്ച ചുവയോടുകൂടി ഇങ്ങനെ കിടന്ന് ഒന്ന് സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി ഏകദേശം. അപ്പോൾ ഒത്തിരി വേവരുത്, നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച ചുവ കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ തൈര്, നമ്മൾ ഏകദേശം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തൈരും ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കിയിട്ട്
ഒന്ന് ചെറിയ തീയിൽ ഒരു കുറച്ച് നേരം ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ട് അടച്ചു വയ്ക്കണം. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സായി നല്ലൊരു ഗ്രേവി പോലെ അത് വരുവാണ്. അപ്പം അവിയലിന് നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ തൈര് ചേർക്കുമ്പോൾ. പുളിയില്ലാത്ത തൈരാണിത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ നമ്മുടെ ഓയിൽ പോലെയല്ല ഇരിക്കുന്നത്, നമ്മൾ അത് നല്ല കട്ടയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സായി ഒരു അല്പനേരം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് മിക്സായി വരുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ആ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് മിക്സായി വരും. ഇപ്പം നമ്മുടെ അവിയലിൽ നല്ല കളറും നല്ല ഒരു ഗ്രേവി പോലത്തെ ഒരു കൊഴുപ്പും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ, അതെല്ലായിടത്തും ഒന്ന് സെറ്റാവാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അടച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വെരി ടേസ്റ്റി ആയിട്ടുള്ള അവൈലബിൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചേനയും വെള്ളിരിക്കയും കുമ്പളങ്ങയും ഒന്നും ഇട്ടിട്ടില്ല, അതൊന്നും എനിക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാ സാധനവും ഇട്ടില്ല എന്ന് ഓർത്തൊന്നും കുഴപ്പമില്ല, നമുക്കുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു അവിയലാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഞാനിന്ന് ഡിന്നറിന് ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഈ അവിയലുമാണ് കഴിക്കുന്നത്. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ആ കമൻറ്റൊക്കെ ഒന്നിട്. ഒരു ചപ്പാത്തി, പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ അവിയൽ, പിന്നെ ഒരു കോവയ്ക്ക ചുമ്മാ ഓയിലിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു സാമ്പാറും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. സാമ്പാറിൻ്റെ ചൂട് അറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെയൊക്കെയാണോ കഴിക്കണേന്ന്. പക്ഷെ നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഫുഡ്. ആരും അതിനൊരു നിയമമൊന്നും വെച്ചിട്ടില്ല. ഇപ്പം നമുക്ക് ചപ്പാത്തിയും ഉള്ള സാധനങ്ങളെല്ലാം കൂട്ടി വൈകിട്ട് കഴിക്കണം തോന്നി അങ്ങനെ കഴിക്കാം. അപ്പം ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. നിങ്ങൾ എന്നൊക്കെയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണേന്നൊന്ന് കമൻ്റ് ഇടണേ. ഒന്ന് കമൻ്റൊക്കെ ഇട്ട് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Okay, thank you for watching. See you in another video. Bye.